ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാഠശാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ അയം കലാം കെ ബഹാനെ എന്ന പാഠം പഠിക്കാം. നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്നതിന് മുൻപ് 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 1, പാഠത്തിന്റെ പേര്. 2, ഈ പാഠം ഏത് വിധത്തിലുള്ള രചനയാണ്. 3, ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്. ഓക്കെ, പാഠത്തിന്റെ പേരെന്താണ്? പാഠ് കാ നാം ക്യാ ഹൈ? അയാം കലാം കെ ബഹാനെ. ഈ പാഠ് കിസ് വിധ കി അല്ലെങ്കിൽ കിസ് പ്രോക്തി കി രചന ഹെ. വിധ കി അല്ലെങ്കിൽ പ്രോക്തി കി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാമല്ലോ ഏത് വിധത്തിലുള്ള എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് ഏത് വിധത്തിലുള്ള രചനയാണ്? ഏത് വിധത്തിലുള്ള രചനയാണ്? പാഠത്തിന്റെ വലത് സൈഡിൽ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഫിൽമി ലേക്ക്. കോളത്തിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ എല്ലാവരും? ഫിൽമി ലേക്ക്, ഫിലിം ലേഖനമാണ്. ഈ 3ാമത്തെ കാര്യം, ഈ പാഠം എഴുതിയിരിക്കുന്നത് ആരാണ്? ഇസ് പാഠ് കി രചയിത കോൻ ഹെ അല്ലെങ്കിൽ ഇസ് പാഠ് കി ലേഖ് കോൻ ഹെ. ആരാണ് ലേഖകൻ? മിഹിർ പാണ്ഡെ അല്ലേ? ഓക്കെ, പാഠത്തിന്റെ പേര് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പാഠത്തിന് പേര് പറയുകയാണ്. അയാം കലാം കെ ബഹാനെ, അയാം കലാം കെ ബഹാനെ. इसकी प्रवृत्ति है फिल्मी लेख है, यह फिल्मी लेख है. इसकी रचयिता कौन है? मिहिर है. इसका लेखक मिहिर है. इसका लेखक अयाम कलाम के बहाने. ओके, बोराया. ഈ പാഠത്തില് നമ്മുടെ ലേഖകൻ മിഹിർ ഒരു ദിവസം നീൽ മാധവ് പാണ്ഡാക്കി അയാം കലാം എന്ന ഫിലിം കണ്ടുകൊണ്ടിരുന്നപ്പോൾ, നീൽ മാധവ് പാണ്ഡെയുടെ അയാം കലാം എന്ന ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്റെ കുട്ടിക്കാലത്തെ സ്കൂൾ ജീവിതം ഓർമ്മ വരികയാണ്. അന്നത്തെ സ്കൂൾ ജീവിതത്തിലെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനായിരുന്നു മോർപാൽ. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരുന്നു അവൻ. അതുപോലെ തന്നെ ഈ സിനിമയിലും ഒരു പാവപ്പെട്ട കുട്ടിയുണ്ട്, കലാം. കലാം ഒരു ചായക്കടയിൽ ജോലി ചെയ്യുകയാണ്. അവിടെ അവനൊരു കൂട്ടുകാരനുണ്ട്, റൺ വിജയ്. ഈ 2 കഥാപാത്രങ്ങൾ സിനിമയിലേതാണ്. അത് കലാമും റൺ വിജയും. കലാം എന്നുള്ളത് നമ്മുടെ സിനിമയിലെ നായകന്റെ പേരാണ്. ടാണിയിൽ ജോലി ചെയ്തിരുന്ന ആളുകള് മറ്റു കുട്ടികളെ പോലെ തന്നെ ഇവനെയും ചോട്ടു എന്ന് വിളിച്ചിരുന്നു. അങ്ങനെ ഇവന് ചോട്ടു എന്നൊരു പേര് കൂടിയുണ്ട്. മനസ്സിലായോ? സിനിമയിലെ 2 കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? സിനിമയിലെ കൂട്ടുകാരൊക്കെയാണ് കലാമും റൺ വിജയുമാണ്. യഥാർത്ഥ ജീവിതത്തില് 2 കഥാപാത്രങ്ങളാണ് മിഹിറും മോർപാലും. ഓക്കെ, ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അയാം കലാം കെ ബഹാനെ. അയാം കലാം കെ ബഹാനെ. गांव के स्कूल में मेरा एक साथी था मोरपाल. गांव ഗ്രാമം. गांव के ഗ്രാമത്തിലെ സ്കൂൾ മേ സ്കൂളിൽ മേര എന്റെ എക് സാത്തി ഥ. സാത്തി കൂട്ടുകാരൻ. എക് സാത്തി ഥ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ഉസ്കാ നാം അവന്റെ പേരെന്തായിരുന്നു? മോർപാൽ. എക് സാത്തി ഥ മോർപാൽ. ഗാവ് കെ സ്കൂൾ മേ എക് സാത്തി ഥ. ഗാവ് കെ സ്കൂൾ മേ കോൻ ഥ? എക് സാത്തി. ഗാവ് കെ സ്കൂൾ മേ കിസ് കാ സാത്തി ഥ. ആർക്കാണ് കൂട്ടുകാരൻ ഉണ്ടായിരുന്നത്? കിസ് കാ. അവിടെ മേര എന്ന് പറഞ്ഞിട്ട് മേര എക് സാത്തി ഥ. മേര എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്? നമ്മുടെ ലേഖകൻ മിഹിറിനെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഉത്തരം എഴുതുമ്പോൾ മേര എക് സാത്തി ഥ എന്ന് ഉത്തരത്തിൽ എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം മേര എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരനായി മാറും അത് അല്ലേ. അപ്പൊ അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മിഹിർ കാ എന്ന് എഴുതണം. മേം പ്ലസ് കാ. അപ്പൊ ഇവിടെ മേം പ്ലസ് കാ എന്നതിൽ മേം മാറ്റിയിട്ട് നമുക്ക് അവിടെ മേയുടെ സ്ഥാനത്ത് ആരാ പറയുന്നതെന്ന് നമുക്കറിയാം. ആരാണ് മേം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്? മിഹിറിനെയാണ്. എങ്ങനെയാ എഴുതണ്ടേ? മിഹിർ കാ എന്ന് എഴുതണം. സർവനാമത്തെ മാറ്റാൻ നമുക്ക് അറിയാമായിരിക്കണം കേട്ടോ. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു മാർക്കിന്റെ ഒരു ചോദ്യമാണ് മേര എന്ന്. മേര എന്ന് ചോദിക്കുന്ന പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പൊ നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിൽ തന്നെ 1 മാർക്ക് അങ്ങോട്ട് തരുകയാണ് കേട്ടോ. 1 മാർക്കിന്റെ ചോദ്യം എല്ലാവരും പിടിച്ചെടുത്തോളൂ. ഉറപ്പാണ്. സർവനാം പ്ലസ് പ്രത്യയ അലഗ് കർക്കെ ലിഖേ എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടി നമുക്ക് 1ാമത്തെ വരിയിൽ തന്നെ ഒരു ചോദ്യം വന്നിരിക്കുന്നു, മേര. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മേം പ്ലസ് കാ മേര. ഓക്കെ, ഗാവ് കെ സ്കൂൾ മേ മേര എക് സാത്തി ഥ. പിടികിട്ടിയില്ലേ അർത്ഥം? ഗ്രാമത്തിലെ സ്കൂളിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, മോർപാൽ. സെന്റൻസിൽ തന്നെ എത്ര ചോദ്യമുണ്ട്? നിങ്ങൾ എങ്ങനെയത് മനസ്സിലാക്കുന്നു? ഗ്രാമത്തിലെ സ്കൂളിൽ ആരാണ് ഉണ്ടായിരുന്നത്? ഗാവ് കെ സ്കൂൾ മേ കോൻ ഥ? എക് സാത്തി ഥ. ഗാവ് കെ സ്കൂൾ മേ കിസ് കാ? എക്
ഏക് സാധ്യത കണ്ടോ, അവിടെ മേര എന്നുള്ളതിന് ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കിസ്ക, ആരുടെ അല്ലെങ്കിൽ ആർക്ക് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവിടെ മേര എന്ന് പറഞ്ഞാൽ ആരാണ്? മിഹിർ അല്ലെ. ഇത്ര എന്താണ്? ഗാവിക സ്കൂൾ മേ മിഹിർ കാ ഏക് സാധ്യത. അടുത്ത ചോദ്യം, മിഹിർ കാ സാത്വിക നാം ക്യാ ഹെ? മിഹിറിന്റെ കൂട്ടുകാരന്റെ പേരെന്താണ്? മിഹിർ കാ സാത്വിക നാം ഥാ മോർപാൽ. മിഹിറിന്റെ കൂട്ടുകാരന്റെ പേരായിരുന്നു മോർപാൽ. ആ ഒരു സെന്റൻസ് കാണാതെ പഠിക്കണം. ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ് ആണത്. പഠിച്ചില്ലേ? ഓക്കെ. വഹി മോർപാൽ ജിസ്നെ ഏക് ബാർ ഹമാരെ अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछे जाने पर बैठाया था. LOOK. लुक लुक यानी लुक लुक के देखना. മനസ്സിലായോ? ഓക്കെ. വഹി മോർപാൽ, അതേ മോർപാൽ തന്നെ. ഏത് മോർപാല്? ജിസ്നെ, ആരാണോ, ഏക് ബാർ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഒരിക്കൽ, ഹമാരെ അംഗ്രേസി കെ മാസ്റ്റർ തിവാരി ജി കോ, ഹമാരെ അടിയിലൊന്ന് വരച്ചോളൂ കേട്ടോ, ഹമാരെ ഞങ്ങളുടെ, അംഗ്രേസി കെ മാസ്റ്റർ, അംഗ്രേസി ഇംഗ്ലീഷ്, അംഗ്രേസി കെ ഇംഗ്ലീഷിന്റെ, മാസ്റ്റർ അധ്യാപകൻ, തിവാരി ജി കോ തിവാരി സാറിനെ, ലുക്ക് ക മത്ലബ് ലുക്ക് എന്നതിന്റെ അർത്ഥം, और സഹി ഹിജ്ജെ ശരിയായ ഹിജ്ജെ സ്പെല്ലിംഗ്, പൂച്ചേ ജാനെ പർ ചോദിച്ചപ്പോൾ, സഹി ഹിജ്ജെ പൂച്ചേ ജാനെ പർ ശരിയായ അർത്ഥം ചോദിച്ചപ്പോൾ, ബദായാത്ത പറഞ്ഞിരുന്നു. അതായത് ഹിറിന്റെ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകൻ തിവാരിജി സാറ് മോർപാലിനോട് ലുക്ക് എന്ന വാക്കിന്റെ അർത്ഥവും സ്പെല്ലിങ്ങും ചോദിക്കപ്പെട്ടപ്പോൾ, അവനോട് ചോദിച്ചപ്പോൾ എന്നർത്ഥം. അവൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. എന്താന്നാ പറഞ്ഞിരുന്നേ? LOOK ലുക്ക്. അവൻ സ്പെല്ലിംഗ് പറഞ്ഞു. ഹിജ്ജെ ബദായ. ക്യാ ബദായ? ഹിജ്ജെ ബദായ. കൈസെ ഹിജ്ജെ? സഹി ഹിജ്ജെ. ഹിജ്ജെ സ്പെല്ലിംഗ്, സഹി ഹിജ്ജെ ശരിയായ സ്പെല്ലിംഗ്, ബദായാത്ത പറഞ്ഞിരുന്നു. കിസ് ശബ്ദക്ക, ഏത് ശബ്ദത്തിന്റെ സഹി ഹിജ്ജെ? ലുക്ക് ശബ്ദക്ക. ലുക്ക് എന്ന വാക്കിന്റെ ശരിയായ സ്പെല്ലിംഗ് തിവാരിജി പൂച്ചേ ജാനെ പർ തിവാരിജി സാറ് ചോദിച്ചപ്പോൾ, മോർപാലിനെ ബദായാത്ത മോർപാൽ പറഞ്ഞിരുന്നു. LOOK ലുക്ക് യാനി ലുക്ക് എന്ന് പറഞ്ഞാൽ ലുക്ക് ദേക്കിന് സൂക്ഷിച്ചു നോക്കുക എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു. അവിടെയും ഞാനൊരു വാക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ വരിയിലും ഈ ഒരു മാർക്കിന്റെ ചോദ്യം കിടക്കുന്നുണ്ട്. കണ്ടുവല്ലോ നിങ്ങൾ? ഏതാണ്? സർവനാമ പ്ലസ് പ്രത്യയം ഹമാരെ, ഹം പ്ലസ് കെ, ഹമാരെ ഞങ്ങളുടെ എന്നർത്ഥം. ഓക്കെ. അപ്പൊ നമ്മൾ ഉത്തരം എഴുതുമ്പം ഹമാരെ എന്ന് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല. അവിടെ നമ്മള് ഹമാരെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഉത്തരം എഴുതുമ്പോ എങ്ങനെ എഴുതണ്ടേ? അവരുടെ എന്ന് എഴുതണം അവിടെ, അല്ലെ? അപ്പൊ അവിടെ അവരുടെ എന്ന് പറയാൻ ഏത് സർവനാമം ചേർക്കണ്ടേ? അവർ എന്നുള്ള സർവനാമം ഏതാണ്? വേ എന്നാണ്. വേയുടെ കൂടെ ഉടേ എന്നർത്ഥം വരുന്ന പ്രത്യയം ഏതാണ്? കെ ആണ്. അപ്പൊ വേ പ്ലസ് കെ എന്ന സർവനാമം അവിടെ ചേർക്കണം. വേയും കെയും കൂടെ ചേരുമ്പോൾ എന്താ വരുന്നേ? ഉൻ കെ എന്ന് വരും. ഓക്കെ. വേ പ്ലസ് കെ, ഉൻ കെ. അപ്പൊ ഒരു മാർക്കിന്റെ ചോദ്യം രണ്ടെണ്ണം അവിടെ വന്നു കഴിഞ്ഞു. ഒന്നേതാണ്? മേര, മേ പ്ലസ് ക. 2 ഹം പ്ലസ് കെ, ഹമാരെ. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എന്തിനാ പറഞ്ഞു പോകുന്നതെന്നറിയോ? നിങ്ങളോട് പിന്നെ അതെടുത്തിട്ട് പറയാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം തപ്പേണ്ടി വരും. അതേസമയത്ത് ഇപ്പൊ ഇത് മനസ്സിലായി പോയാല് ഇനി ഒരു മേര കണ്ടാലോ അല്ലെങ്കിൽ ഹമാരെ കണ്ടാലോ ഹമാര കണ്ടാലോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അതിന്റെ സർവനാമവും പ്രത്യയവും പെട്ടെന്ന് ബുക്കിലേക്ക് എഴുതണം, അല്ലെങ്കിൽ മനസ്സിൽ പറഞ്ഞു നോക്കണം. അതിനു വേണ്ടിയാണ് ഈ കൂടെ തന്നെ പറഞ്ഞു പോകുന്നത് കേട്ടോ. കോൻ ലുക്ക് ക മത്ലബ് പൂച്ച. കോൻ ആരാണ്? ലുക്ക് ക മത്ലബ് പൂച്ച, ലുക്കിന്റെ അർത്ഥം ചോദിച്ചത് ആരാണ്? തിവാരിജി. കോൻ പൂച്ച? തിവാരിജി. തിവാരിജി കോൻ താ? തിവാരിജി ആരായിരുന്നു? മാസ്റ്റർ താ, അധ്യാപകനായിരുന്നു. തിവാരിജി കിസ് വിഷയിക്കെ മാസ്റ്റർ താ? അംഗ്രേസി കെ മാസ്റ്റർ താ. അംഗ്രേസി കെ മാസ്റ്റർ താ. അവിടെ മാസ്റ്റർ താ എന്ന് പറയില്ല, കാരണം മാസ്റ്റർ ബഹുമാന സൂചകമായിട്ട് അധ്യാപകനല്ലേ. അപ്പൊ നമ്മൾ തേ എന്ന് വേണം പറയാൻ കേട്ടോ. മാസ്റ്റർ തേ. എന്തിന്റെ മാസ്റ്റർ ആയിരുന്നു? അംഗ്രേസിക്ക്. അംഗ്രേസിക്ക് മാസ്റ്റർ കോൻ തേ? തിവാരിജി. അവിടെ വേറൊരു ചോദ്യം കൂടെ ചോദിക്കാം. തിവാരിജി കിൻ കെ മാസ്റ്റർ തേ? ആരുടെ എല്ലാം മാസ്റ്റർ ആയിരുന്നു? ആരുടെ എല്ലാമാണ്? മിഹിർ ഓർ മോർപാൽ കെ മാസ്റ്റർ തേ. ഓക്കെ. അപ്പൊ എന്താ ചോദിച്ചേ? ക്യാ പൂച്ച? ലുക്ക് का मतलब पूछा. ലുക്ക് का मतलब क्या बताया മോർപാൽ ने? മോർപാൽ ലുക്കിന്റെ മത്ലബ് എന്താ പറഞ്ഞേ? ലുക്ക് കെ ദേഖ്. ലുക്ക് കെ ദേഖ്ന എന്ന് പറഞ്ഞു. ലുക്ക് എന്ന് പറഞ്ഞാല് ലുക്ക് കെ ദേഖ്ന സൂക്ഷിച്ചു നോക്കുക എന്നാണെന്നാണ് മോർപാൽ പറഞ്ഞത്. ഇനി ലുക്കിന്റെ സ്പെല്ലിംഗ് ഹിജ്ജെ പൂച്ചെ ജാനെ പർ ചോദിച്ചപ്പോൾ മോർപാലിനെ ക്യാ ബതായ? LOOK ലുക്ക്. അവിടെ ഇത്ര ഉള്ളു. അപ്പൊ ഈ രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? മോർപാൽ ഏക് ദിൻ തിവാരിജി अंग्रेजी के मास्टर तिवारी से लुक का मतलब और सही हिज्जे बताया. इन्हें लुक का मतलब क्या बताया? लुक के देखना. लुक के हिज्जे क्या बताया?
LOOK. മനസ്സിലായല്ലോ. അടുത്തത് नाम का पहला अक्षर मिलने की वजह से क्लास की देरी पट्टी पर हमारी बैठने की जगहें भी साथ ही थी. नाम का पहला अक्षर, नाम പേര്, नाम का പേരിന്റെ പഹല അക്ഷർ ആദ്യത്തെ അക്ഷരം മിൽനേക്ക് വജഹസെ ലഭിച്ചിരുന്നതിനാൽ, അല്ലെങ്കിൽ പേരിന്റെ ആദ്യാക്ഷരം രണ്ടും ഒരുപോലെ ആയിരുന്നതിനാൽ, വജഹസെ കാരണത്താൽ എന്നർത്ഥം. ക്ലാസ് കി ദരി പട്ടി പർ, ക്ലാസ്സിലെ ദരി പട്ടിയില്, ദരിപ്പട്ടി എന്താണ്? കാർപ്പറ്റ് അല്ലെ. നമ്മൾ തറയിലൊക്കെ പണ്ടൊക്കെ സ്കൂളില് ബെഞ്ചും ഡെസ്ക് ഒന്നും ആവശ്യത്തിന് ഉണ്ടായിരുന്നില്ല പഴയ കാലത്ത്. കാർപ്പറ്റൊക്കെ തറയിൽ വിരിച്ചിട്ടാണ് ഇരുന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ക്ലാസ്സിലെ പേരിനനുസരിച്ച്, അതായത് ആൽഫബറ്റിക് ഓർഡറിലാണ് നമ്മളിപ്പോഴും ഇരിക്കുന്നത് അല്ലേ. അപ്പൊ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ചാണ് അന്ന് പേരിന്റെ ആദ്യാക്ഷരം, പേരിന്റെ അക്ഷരങ്ങളാണ് ആൽഫബറ്റ് അല്ലേ. ആ ആൽഫബറ്റ്സിന്റെ ഓർഡറിലാണ് കുട്ടികളെ ഇരുത്തിയിരുന്നത്. പേരിന്റെ ആദ്യാക്ഷരം, മോർപ്പാലിന്റെ ആദ്യത്തെ അക്ഷരം ഹിന്ദിയിൽ എഴുതുമ്പോ മാ, ഇംഗ്ലീഷിൽ എഴുതുമ്പോ എം അല്ലേ. അതുപോലെ മിഹിറിന്റെ പേരിന്റെയും ആദ്യാക്ഷരം മായാണ്, ഹിന്ദിയിൽ എഴുതുമ്പോ ഇംഗ്ലീഷിൽ എഴുതുമ്പോ എം ആണ്. രണ്ടുപേരുടെയും പേരിന്റെ ആദ്യാക്ഷരം ഒരുപോലെ ആയിരുന്നതിനാൽ ക്ലാസ് की देरी पट्टी पर, ക്ലാസ്സിലെ കാർപ്പറ്റിലും ഹമാരി ബൈഠ്നെ की जगहें भी साथ ही थी. ഹമാരി കണ്ടുവോ? അതിന്റെ സർവനാമം ഏതാണ്? ഹം. ഒരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം. ഇവിടെ സർവനാമം പ്ലസ് പ്രത്യയം എന്ന് പറയുമ്പോൾ ഹമാരി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് സർവനാമം ഏതാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഹം ആണ് അല്ലെ. ഹം ചേർത്തുള്ളതിന്റെയൊക്കെ സർവനാമം ഹം തന്നെയായിരിക്കും. തും ചേർത്തുള്ളതിന്റെയൊക്കെ തും തന്നെയായിരിക്കും. മായിൽ തുടങ്ങുന്നതിന്റെയൊക്കെ സർവനാമം മേം എന്നായിരിക്കും. 3 കാര്യം പിടികിട്ടിയില്ലേ? ഇനി അത് തെറ്റിക്കുമോ? ഇല്ലല്ലോ. ഓക്കെ. ദരി പിട്ടി പർ ഹമാരി ബൈഠ്നേക്ക് ജഗഹേം ഭി, ജഗഹ് സ്ഥലം, ജഗഹേം സ്ഥലങ്ങൾ, ഭീയുടെ അർത്ഥം എന്താണ്? എന്നാണ്. ജഗഹേം ഭി സ്ഥലങ്ങളും, സാത്ത് ഹി ഥി ഒരുമിച്ചായിരുന്നു, അടുത്തടുത്തായിരുന്നു എന്നർത്ഥം. ഓക്കെ. അപ്പൊ അവിടെ ഒരു ചോദ്യമുണ്ട്. മിഹിർ और മോർപാൽ के बैठने की जगहें क्लास में साथ ही थी. क्यों? എന്തുകൊണ്ടാണ്? നാം കാ പഹല അക്ഷർ മിൽനെ കി വജഹ് സെ, പേരിന്റെ ആദ്യാക്ഷരം ഒരുപോലെ വന്നതിനാൽ എന്നർത്ഥം. പേരിന്റെ ആദ്യാക്ഷരം ഒരുപോലെ വന്നതുകൊണ്ട് എന്താ സംഭവിച്ച? ക്യാ ഹുവാ? ക്ലാസ് കി ദരി പട്ടി പർ, ഇവിടെ ഹമാരി എന്നുള്ളത് നമ്മൾ ഉത്തരം എഴുതുമ്പോ എന്താ എഴുതണ്ടേ? അപ്പോ ഉൻ കി, അവരുടെ. ഓക്കെ. രി എന്നത് എന്തിന് പകരം വന്നിരിക്കുന്നതാണ്? കീക്ക് പകരം വന്നിരിക്കുന്നതാണ്. രാ എന്തിനു പകരം വരണേ? കായ്ക്ക് പകരമാണ്. രേ എന്തിനു പകരമാണ് വരണേ? കേക്ക് പകരമാണ്. ഇപ്പൊ ഇനി രായും രേയും ഒക്കെ വന്നാൽ, സർവനാമത്തിന്റെ കൂടെ വന്നാൽ അവിടെ ഏതാ പ്രത്യേകം ചേരണ്ടേന്ന് ഉറപ്പായില്ലേ? ഓക്കെ. അപ്പൊ ഹമാരി ബൈഠ്നെ की जगहें भी साथ ही थी. वही मोरपाल जिसकी मेरे खाने के डिब्बे में राजमा देखते ही बांछें खिल जाती थी. वही मोरपाल, അതേ മോർപ്പാൽ തന്നെ. ജിസ്കി അവന്റെ, മേരെ കാനയ്ക്ക് ഡിബ്ബേമേ, അവിടെ ജിസ്കി ചേർത്തേക്കണ എന്താണ്? അത് കഴിഞ്ഞ് പറയേണ്ടത് എന്താണ്? ജിസ്കി ബാൻചേൻ കിൽ ജാത്തി തി. സെന്റൻസിന്റെ അവസാനത്തിലേക്ക് പോവുക. ജിസ്കി ബാൻചേൻ കിൽ ജാത്തി തി. ബാൻചേൻ കിൽ ജാത്തി തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫ്രേസാണ്. അതിന്റെ അർത്ഥം എന്താണ്? അവൻ അത്യധികം സന്തോഷിച്ചിരുന്നു. കബ്, എപ്പോൾ, എപ്പോഴാണ് അവൻ അത്യധികം സന്തോഷിച്ചിരുന്നത്? മേരെ ഖാനയ്ക്ക് ഡിബ്ബേമേ രാജ്മാ ദേഖ്തേ ഹി. എപ്പോഴാണ് അവൻ അധികം സന്തോഷിച്ചിരുന്നത്? മേരെ, എന്റെ, ഖാനയ്ക്ക് ഡിബ്ബേമേ ഭക്ഷണപാത്രത്തില്, രാജ്മാ ദേഖ്തേ ഹി, രാജ്മ കാണുമ്പോഴാണ് അവൻ അത്യധികം സന്തോഷിച്ചിരുന്നത്. എന്താണ് രാജ്മ? രാജ്മ എന്ന് പറഞ്ഞാല് ഒരു തരം ധാന്യമാണ്. വൻപയർ പോലെയുള്ള ഒരു ധാന്യം. ആ ധാന്യവും ചോറുമാണ് രാജ്മ ചാവൽ. ഇപ്പൊ രാജ്മ ദേഖ്തേ ഹി, രാജ്മ കാണുമ്പോൾ തന്നെ ബാൻചേൻ കിൽ ജാത്തി തി, അവൻ അത്യധികം സന്തോഷിച്ചിരുന്നു. ഇപ്പൊ മോർപാൽ ക്യാ ദേഖ്നെ പർ, അല്ലെങ്കിൽ ക്യാ ദേഖ്നെ പർ മോർപാൽ കി ബാൻചേൻ കിൽ ജാത്തി തി. ക്യാ ദേഖ്നെ പർ മോർപാൽ കി ബാൻചേൻ കിൽ ജാത്തി തി. എന്ത് കാണുമ്പോഴാണ് മോർപാൽ അത്യധികം സന്തോഷിച്ചിരുന്നത്? ഉത്തരം എങ്ങനെയാണ്? മേരെ കാനയ്ക്ക് ഡിബ്ബേമേ. ഇവിടെ മേരേ പറഞ്ഞിരിക്കുന്നു, മുകളിൽ മേരായായിരുന്നു, ഇവിടെ മേരേ പറഞ്ഞിരിക്കുന്നു. ഏതാണ് സർവനാമം? വന്നു. മേരേ എന്ന് പറഞ്ഞാൽ ഏതാണ് സർവനാമം? മേം. ഏതാ പ്രത്യേകം ചേർന്നിരിക്കുന്ന? കെ. മേം പ്ലസ് കെ, മേരെ, എന്റെ. ഇവിടെ മേരേസെ താല്പര്യ കിസസേ ഹേ, മേരെ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആരെയാണ്? മിഹിർ. അപ്പൊ ഇവിടെ എങ്ങനെ ഉത്തരം എഴുതണ്ടേ? മിഹിർ കെ എന്ന് എഴുതണം. മേരെ എന്നാണ് എഴുതണ്ടേ? അല്ല. അപ്പൊ മോർപാൽ എന്ത് കണ്ടിട്ടാണ് സന്തോഷിച്ചിരുന്നത് എന്നുള്ളതിന്റെ ഉത്തരം എങ്ങനെയാണ്? മോർപാൽ മിഹിർ കെ ഖാനയ്ക്ക് ഡിബ്ബേമേം, ഭക്ഷണപാത്രത്തില്, രാജ്മ ദേഖ്തേ ഹി, രാജ്മ കാണുമ്പോൾ തന്നെ ബാൻചേൻ കിൽ ജാത്തി തി,
അത്യധികം സന്തോഷിച്ചിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ ഒന്നുകൂടി ഞാൻ വാക്യത്തെ ചെറുതാക്കി തരാം. കിസ്കെ ഖാനേക്കെ ഡിബ്ബെ മേ രാജ്മാ ഥാ. കിസ്കെ ആരുടെ, ഖാനേക്കെ ഡിബ്ബെ മേ ആരുടെ എന്ന് ചോദ്യം ചോദിക്കാൻ എന്താ ചെയ്യേണ്ടത്? കിസ് ചേർത്ത് ചോദിക്കാം. കോൺ പ്ലസ് പ്രത്യയമാണ് കിസ് വരുന്നത്. കിസ്കെ ഒരാളെ ഉണ്ടെങ്കിൽ കിസ് വരും, ഒന്നിലധികം പേരുണ്ടെങ്കിൽ കിൻ വരും കേട്ടോ. കിസ്കെ ഖാനേക്കെ ഡിബ്ബെ മേ രാജ്മാ രാജ്മാ ദേഖ്തേ थे. ആരുടെയാണ്? മിഹിർ കെ ഖാനേക്കെ ഡിബ്ബെ മേ രാജ്മാ था. വഹി മോർപാൽ, അതേ മോർപാൽ തന്നെ എന്റെ ഭക്ഷണപാത്രത്തില് രാജ്മ കാണുമ്പോൾ തന്നെ അത്യധികം സന്തോഷിച്ചിരുന്നു. ഓക്കെ, ഹമാര സൗദാ ഥ. ഹമാര സൗദാ ഥ. ഹമാര അടുത്ത വാക്കാണ് ഹം പ്ലസ് ക. ഹമാര ഞങ്ങളുടെ, സൗദാഥ കച്ചവടമായിരുന്നത്. ഞങ്ങൾ തമ്മിൽ ഒരു കച്ചവടം ഉണ്ടായിരുന്നു. എന്താണ് കച്ചവടം? ഖേൽ ഖണ്ഡിമേ ഖാനേക്ക് അദല ബദലിക്ക. ഖേൽ ഖണ്ഡിമേ ഇന്റർവെല്ലില് ഖാനേക്ക് അദല ബദലിക്ക ഭക്ഷണം കൈമാറ്റം ചെയ്യുക. അദല ബദലി കൈമാറ്റം ചെയ്യുക. അദല ബദലി സേ ക്യാ താല്പര്യ ഹേ? എന്താണ് അദല ബദലി എന്ന് പറഞ്ഞാല്? യാനി എന്ന് പറഞ്ഞാൽ അതായത് എന്നർത്ഥം. മേരെ ടിഫിൻ കെ രാജ്മാ ചാവൽ. മേരെ എന്റെ, ടിഫിൻ കെ മേരെ കണ്ടു കാണുമല്ലോ. ഓക്കെ, മേരെ ടിഫിൻ കെ എന്റെ ടിഫിനിന്റെ രാജ്മാ ചാവൽ ധാന്യവും അതായത് പരിപ്പും, ചാവൽ ചോറും, ഉസ്കെ അവനും, और उसके कर से आया. उसके അടുത്ത സർവനാമം വന്നിരിക്കുന്നു ഉസ്കെ. ഫഹ് പ്ലസ് കെ. ഉസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഓഹന് പകരമാണ് ഉസ് വരുന്നതെന്ന് മനസ്സിലാക്കുക. കെ അവിടെ കിടക്കുന്നുണ്ട്, ആ കേക്ക് മാറ്റമൊന്നും വരുന്നുണ്ട്. ഉസ്കെ അവന്റെ കർസേ ആയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബഡാസ വലിയ ചാച്ചുക്ക ഡിബ്ബ മേര. ചാച്ചുക്ക തൈരിന്റെ, ഡിബ്ബ പാത്രം, മേര എനിക്കും. ഹമാരെ ബീച്ച് ഏക്ക് സൗദാ ഥ. ഞങ്ങളുടെ ഇടയിൽ ഒരു കച്ചവടം ഉണ്ടായിരുന്നു. കിൻ കെ ബീച്ച് ആരുടെ ഇടയില്? മെഹിർ ഓർ മോർപാൽ കെ ബീച്ച്. അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതണ്ടേ? മെഹിർ ഓർ മോർപാൽ കെ ബീച്ച് ഏക്ക് സൗദാ ഥ. സമझ ना? ക്യാ സൗദാ ഥ? എന്ത് കച്ചവടമായിരുന്നു ഉണ്ടായിരുന്നത്? ഖാനേക്ക് അദല ബദലിക്ക ഭക്ഷണം കൈമാറ്റം ചെയ്യപ്പെടുക. കബ് ഖാനേക്ക് അദല ബദലിക്ക് കർത്യത്തെ എപ്പോഴാണ് ഭക്ഷണം കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത്? കേൽ ഖണ്ഡീമേ. എപ്പോഴാണ്? കേൽ ഖണ്ഡീമേ. ഓക്കെ, അദല ബദലിക്ക താല്പര്യ ക്യാ ഹേ? അദല ബദലി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? മേരെ ടിഫിൻ കെ രാജ്മാ ചാവൽ ഉസ്കെ और उसके कर से आया बड़ा सा चाचक का डिब्बा मेरा. അതെങ്ങനെ നമുക്ക് എഴുതാം? മിഹിർ കെ ടിഫിൻ. മേരെ എന്നുള്ളതെല്ലാം ആരായിരിക്കും? മിഹിർ ആയിരിക്കും കേട്ടോ. അപ്പൊ അവിടെ മേരെ എന്നുണ്ട്, നമ്മളവിടെ എന്തെന്ന് എഴുതണം? മിഹിർ എന്ന് എഴുതണം. ഉസ്കെ എന്നുണ്ട്, നമ്മളവിടെ എന്തെഴുതണ്ടേ? മോർപാൽ എന്ന് എഴുതിക്കൊള്ളണം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഞാൻ മേരെ ടിഫിൻ ക അവിടെ നമ്മൾ എന്ത് എഴുതണം? മിഹിർ കെ ടിഫിൻ ക. മേരെ എന്നുള്ളത് മേ മാറ്റിയിട്ട് ഇവിടെ മിഹിർ ആക്കുക, രേ ആണെങ്കിൽ കെ എന്ന് ചേർക്കുക. മിഹിർ കെ ടിഫിൻ കെ രാജ്മാ ചാവൽ മോർപാൽ കെ और മോർപാൽ കെ कर से आया बड़ा सा चाचा का डिब्बा मिहिर का. മനസ്സിലായോ? ഓക്കെ, ഇനി ഉസേ പതാ താക്കി ചാച്ച് മേരി കംസോരി ഹെ. ഉസേ പതാ ഥ. ഉസേ പതാ ഥ അവിടെ ഉസേ അടുത്ത സർവനാമം പ്രത്യേകം വന്നിരിക്കുകയാണ്. ഉസേ എന്ന് പറഞ്ഞാൽ, ഉസ് എന്ന് പറഞ്ഞാൽ സർവനാമം ഏതാണെന്ന് ഞാൻ പറഞ്ഞു, വഹാണ്. സേ എന്ന് പറഞ്ഞപ്പോ അവിടെ കെ ആണ്. വഹ് പ്ലസ് കെ ഉസേ. ഉസേ എന്ന് പറഞ്ഞാൽ ഉസ്കോ എന്നും പറയാം. സോറി, ഉസേ കെ അല്ല കോയാണ് കേട്ടോ. ഉസ്കോ അല്ലെങ്കിൽ ഉസേയാണ്. വഹ് പ്ലസ് കോ, ഉസ്കോ അല്ലെങ്കിൽ ഉസേ. ഓക്കെ, ഉസ്കോ പതാ താക്കി അവൻ അറിയാമായിരുന്നു. ചാച്ച് മേരി കംസോരി ഹെ. ചാച്ച് തൈര്, മേരി കംസോരി ഹെ. കംസോരി ബലഹീനത. തൈരന്റെ ബലഹീനതയാണെന്നവന് അറിയാമായിരുന്നു. അവിടെ ചോദ്യം എന്ത് ചോദിക്കാം നമുക്ക്? ചാച്ച് കിസ്കി കംസോരി ഹെ. ചാച്ച് ആർക്ക് ബലഹീനതയായിരുന്നു? ആരുടെ ബലഹീനതയായിരുന്നു? ചാച്ച് മിഹിർക്കി കംസോരി ഹെ. മോർപാൽക്കോ ക്യാ പഥാത്ത. മോർപാലിന് എന്തറിയാമായിരുന്നു? മോർപാൽക്കോ പഥാ था कि चाच मिहिर की कमजोरी है. समझा है ना? लेकिन मुझे मोरपाल से मिलने से पहले. लेकिन എന്നാൽ മുജ്ജെ കണ്ട അവിടെ വേറൊരു സർവനാമം വന്നിരിക്കുന്നതാണ്. മേം പ്ലസ് കോ. മുജ്ജുക്കോ അല്ലെങ്കിൽ മുജ്ജെ. മേയുടെ കൂടെ കോ ചേർത്ത് മുജ്ജുക്കോ. കോ ചേർന്ന് രൂപം മുജ്ജുക്കോ എന്ന് വരും. ഇല്ലെങ്കിൽ കോ ഇല്ലാത്ത രൂപം മുജ്ജെ എന്ന് വരും. ഓക്കെ, മുകളിൽ ഉസ്കോ അല്ലെങ്കിൽ ഉസേ വന്നതുപോലെ. ലേക്കിൻ മുജ്ജെ മോർപാൽ സേ മിൽനെ സേ പഹലെ. മോർപാലിനെ കാണുന്നതിന് മുൻപ്, സേ മിലിനെ കാണുക. മോർപാൽ സേ മിൽനെ സേ പഹലെ.
മോർപ്പാലിനെ കാണുന്നതിന് മുൻപ് കഥൈ ഒരിക്കൽ പോലും അന്താസ നഹി ഥാക്കി സങ്കല്പിച്ചിട്ട് പോലുമില്ലായിരുന്നു എന്ത് മേരേലിയെ രാജ്മ ജേസി സാമാന്യ സി ചീസ് എനിക്ക് രാജ്മ പോലെയുള്ള ഏറ്റവും ലളിതമായ ചീസ് ഈ വസ്തു ഈ സാധനം കിസി കെലിയെ മറ്റാർക്കെങ്കിലും ഇത്തിനീ ഖാസ് ഹോ സക്തി ഹൈ ഇത്രയും പ്രിയപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ ഇത്രയും സ്പെഷ്യലായിരിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ട് പോലുമില്ല. അന്താസാനഹിത ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന്. മോർപ്പാലിനെ മേരെ ടിഫിൻ ബോക്സുമേ മോർപ്പാൽ എൻ്റെ ടിഫിൻ ബോക്സിൽ രഖേ വെച്ചിരുന്ന രാജ്മാക്കോ കാനേസെ പഹലെ രാജ്മ ഖാനേസെ പഹലെ കഴിക്കുന്നതിന് മുൻപ് കഭി ഒരിക്കലും രാജ്മ ദേക്കാഭി നഹിംത രാജ്മ ദേക്കാഭി നഹി കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ദേക്കാഭി കണ്ടിട്ട് പോലും നഹിംത ഉണ്ടായിരുന്നില്ല എന്ന്. ദേക്കാഭി നഹിംത കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. वो हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज स्कूल आता था. वह അവൻ यहाँ वह का उद्देश्य किससे है? മോർപ്പാൽ. മോർപ്പാൽ ഹമാരെ സ്കൂൾ കെ ഞങ്ങളുടെ സ്കൂളിലെ 15 കിലോമീറ്റർ ദൂർക്കെ 15 കിലോമീറ്റർ ദൂരത്തുള്ള കിസി ഗാവ്സെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് സൈക്കിൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് റോസ് സ്കൂളാത്താത്ത റോസ് ദിവസവും സ്കൂളിൽ വന്നിരുന്നത്. हमारे स्कूल के 15 किलोमीटर दूर के एक गांव से ही साइकिल चलाते वो स्कूल आता था. ഓരോ സ്കൂൾ ആത്താത്ത എടുത്തു പറയാണ്. ഓരോ സ്കൂൾ ആത്താത്ത അവൻ എന്നും സ്കൂളിൽ വന്നിരുന്നത്. അതായത് ഒരിക്കൽ പോലും സ്കൂളിൽ വരാൻ അവൻ മടി കാണിച്ചിരുന്നില്ല. സ്കൂൾ അത്രയ്ക്കും അവന് പ്രിയപ്പെട്ടതായിരുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ വരാൻ അവൻ അത്രയും ഇഷ്ടമായിരുന്നു എന്നർത്ഥം. ഇവിടെ എന്തൊക്കെ ചോദിക്കാം? മോർപ്പാൽ കെ ഘർ സ്കൂൾ സേ കിത്തനി ദൂരി പർത്ത മോർപ്പാലിന്റെ വീട് സ്കൂളിൽ നിന്ന് കിത്തനി ദൂരി പർത്ത എത്ര ദൂരത്തായിരുന്നു? ഉത്തരം എന്താണ്? മോർപ്പാൽ കെ ഘർ സ്കൂൾ സേ 15 കിലോമീറ്റർ ദൂരി പർത്ത. വഹ് കൈസേ സ്കൂൾ ആത്താ था? वह साइकिल चलाता स्कूल आता था. वह साइकिल चलाता रोज स्कूल आता है क्या? എന്നും സ്കൂളിൽ വന്നിരുന്നോ? हाँ वह साइकिल चलाते रोज स्कूल आता था. मैम आज तक नहीं जान पाया कि ഞാൻ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല കൈസേ वह उस चाच के डिब्बे को रोज 15 किलोमीटर बिना जरा भी चलकाए लिए आता था. मैम आज तक ഞാൻ ഇന്ന് വരെ നെഹീൻ ജാൻ പായാക്കി അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് വരെ അറിയാൻ സാധിച്ചിട്ടില്ല. കൈസേ എങ്ങനെയാണ് വഹ് അവൻ ഉസ് ചാച്ചിക്ക് ഡിബേക്കോ ആ തൈരിന്റെ പാത്രത്തെ റോസ് ദിവസവും 15 കിലോമീറ്റർ 15 കിലോമീറ്റർ ബിനാ സരാബി ചൽക്കായലിയെ ബിനാ സരാബി ചൽക്കായലിയെ സരാബി അല്പം പോലും ബിനാ ചൽക്കായലിയെ തുളുമ്പിക്കാതെ ആ താത്ത കൊണ്ടുവന്നിരുന്നത് എന്ന്. അപ്പൊ ഈ വരിയില് പ്രത്യേകിച്ച് എന്താണ് ചോദിച്ചിരിക്കുന്നത്? മിഹിറിന്റെ ഒരു സംശയം എന്താണ്? മിഹിറിന് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം എന്താണ്? 15 കിലോമീറ്റർ ദൂരം സൈക്കിൾ ചവിട്ടി വരുമ്പോൾ തീർച്ചയായിട്ടും പാത്രത്തിലിരിക്കുന്ന ഏത് ദ്രവപദാർത്ഥവും തുളുമ്പിപ്പോകും അല്ലേ? പക്ഷേ മോർപ്പാല് കൊണ്ടുവന്നിരുന്ന തൈരിന്റെ പാത്രത്തിൽ നിന്ന് അല്പം പോലും തൈര് തുളുമ്പിപ്പോയില്ല. അവൻ തുളുമ്പിച്ച് കളഞ്ഞില്ല. അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് സൈക്കിൾ ചവിട്ടി വന്നതെന്ന്. അപ്പൊ ആ സൈക്കിൾ ചവിട്ടി വന്നതിലുള്ള അവന്റെ ആ സൈക്കിൾ ചവിട്ടാനുള്ള പാടവത്തെയാണോ അതെയോ അവന്റെ കൂട്ടുകാരനോടുള്ള മിത്രതയെയാണോ അത് സൂചിപ്പിക്കുന്നത്? കൂട്ടുകാരനോടുള്ള മിത്രതയാണ്. കാരണം എന്താണ്? മോർപ്പാലിന് അറിയാമായിരുന്നു എന്ത്? മിഹിറിന് മോര് വളരെ ഇഷ്ടമാണെന്ന് അല്ലേ? മോര് മിഹിറിന്റെ ബലഹീനതയാണെന്ന് ആർക്കറിയാമായിരുന്നു? മോർപ്പാലിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ അവിടെ തൊട്ട് തുളുമ്പിച്ച് 15 കിലോമീറ്റർ തുളുമ്പിച്ചുകൊണ്ട് വന്നാൽ എന്ത് സംഭവിക്കും? സ്കൂളിൽ വരുമ്പോ തൈരിന്റെ പാത്രം മാത്രം മിച്ചം വരും അല്ലേ? ഒരു തുള്ളി തൈര് പോലും ഉണ്ടാവില്ല. അപ്പൊ അതറിയാവുന്നത് കൊണ്ട് അവൻ വളരെ ശ്രദ്ധിച്ചാണ് സൈക്കിൾ ചവിട്ടി വന്നിരുന്നത്. അപ്പൊ അവരുടെ ആ മിത്രതയുടെ മഹത്വമാണ് ഈ വരിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ,
അപ്പൊ നമ്മൾ എന്തെല്ലാം പറഞ്ഞു? ഈ പാരഗ്രാഫിൽ നമുക്ക് എന്താ പഠിക്കാനുള്ള, എത്ര പോയിന്റ്സ് ഉണ്ടെന്നൊന്ന് പറയാമോ? ഒന്നാമത്തെ പോയിന്റ് ഞാൻ തന്നിരുന്നു നിങ്ങളോട്. എന്താണോ തന്നിരുന്നത്? ഗ്രാമത്തിലെ സ്കൂളില് മിഹിറിന് മോർപ്പാൽ എന്നൊരു കൂട്ടുകാരനുണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ നമുക്ക് പാരഗ്രാഫിലൂടെ ഒന്നുകൂടി പുറകോട്ട് പോയിട്ട് വരാം. ആദ്യത്തെ സെന്റൻസ്, ഒന്നാമത്തെ പോയിന്റ്, മിഹിറും മോർപ്പാലും ആരായിരുന്നു എന്ന് മനസ്സിലാക്കാം. ആരായിരുന്നു എന്ന് പറഞ്ഞു നോക്കിക്കേ. പ്രധാന പോയിന്റ് ആണ്. മിഹിർ അല്ലെങ്കിൽ മോർപ്പാൽ മിഹിർ കെ സ്കൂൾ കെ സാത്തി ഥാ അല്ലേ? ഇനി തിരിച്ചു പറയുകയാണെങ്കിൽ എന്ത് പറയാം? മിഹിർ മോർപ്പാൽ കെ സ്കൂൾ കെ സാത്തി ഥാ. ആരുടെ പേരാണെങ്കിലും പേര് മാറ്റിയാൽ മതി. സ്കൂൾ കെ സാത്തി ഥാ എന്നുള്ളതാണ് പോയിന്റ്. അവിടെ ആരുടേതാണെന്ന് നമ്മൾ ആദ്യം എഴുതണം. ഇപ്പൊ മിഹിർ എന്ന് പറഞ്ഞാല് ആരുടെ എഴുതണം? രണ്ടാമത് മോർപ്പാലിന് എഴുതണം അല്ലേ? മോർപ്പാലാണെങ്കിലോ മോർപ്പാൽ മിഹിർ കെ സ്കൂൾ കെ സാത്തി ഥാ. മനസ്സിലായല്ലോ? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? उनके अध्यापक का नाम क्या है? उनके अध्यापक कौन है? अध्यापक किससे प्रश्न पूछा और प्रश्न क्या था और वह क्या उत्तर दिया? ഇത് നാലും കൂടെ ചേർത്ത് നമുക്ക് ഉത്തരം പറയാം. എന്താണ്? ഉൻകെ സ്കൂൾ കെ अंग्रेजी के मास्टर तिवारी जी. अंग्रेजी के मास्टर, उनके मास्टर जी कौन है? तिवारी जी. किस विषय के मास्टर थे? अंग्रेजी के. അപ്പൊ അതെങ്ങനെ ഒരുമിച്ച് പറയാം? ഉൻകെ സ്കൂൾ കെ അംഗ്രേസി മാസ്റ്റർ അല്ലെങ്കിൽ അംഗ്രേസി കെ മാസ്റ്റർ തിവാരിജീനെ. ഒരു ദിവസം എക് ദിൻ മോർപ്പാലിനോട് മോർപ്പാൽ സെ ഒരു ചോദ്യം ചോദിച്ചു. എക് പ്രശ്ന പൂച്ച. പ്രശ്ന ക്യാ ഥാ? എന്തായിരുന്നു പ്രശ്ന ചോദ്യം. പ്രശ്ന ക്യാ ഥാ? ചോദ്യം എന്തായിരുന്നു? ലുക്ക് കാ മത്ലബ് ക്യാ ഹെ? ലുക്ക് കാ മത്ലബ് ക്യാ ഹെ? ലുക്കിന്റെ അർത്ഥം എന്താണ്? മോർപ്പാലിനെ ഉത്തർ ദിയ. മോർപ്പാൽ ഉത്തരം പറഞ്ഞു. ക്യാ ഉത്തർ ദിയ? ലുക്ക് കെ ദേഖ്ന. അവർ ക്യാ പൂച്ച? പിന്നീട് എന്താ ചോദിച്ചേ? ലുക്ക് ശബ്ദ കാ സഹി ഹിജ്ജെ ക്യാ ഹെ? ലുക്ക് ശബ്ദത്തിന്റെ ശരിയായ സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചു. ക്യാ ഉത്തർ ദിയ മോർപ്പാൽ? മോർപ്പാലിനെ ഉത്തർ ദിയ കെ LOOK ലുക്ക് അല്ലേ? ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? കോൻ ഒരു വീട്ടിൽ നിന്ന് എന്താ കൊണ്ടുവന്നിരുന്നത് എന്നാണ് പറയുന്നത്. എന്താ കൊണ്ടുവന്നിരുന്നേ? മിഹിർ കർസെ രാജ്മ ലാത്താത്ത. മിഹിർ വീട്ടിൽ നിന്ന് രാജ്മ കൊണ്ടുവന്നിരുന്നു. ഓർ മോർപ്പാൽ ക്യാ ലാത്താത്ത? ചാച്ച് ലാത്താത്ത. തൈര് കൊണ്ടുവന്നിരുന്നു. ഇത്രയല്ലേ ഉള്ളൂ പറഞ്ഞുള്ളൂ? വേറെ വല്ലതും പറയാനുണ്ടോ? ഇല്ല. ഇനി അത് വെച്ച് തന്നെ നമുക്ക് വേറെ ചോദിച്ചാൽ ഉത്തരം എഴുതാൻ പാടില്ലേ? എഴുതാം. എന്തൊക്കെ ചോദ്യം ചോദിക്കാം? തൈര് കാണുമ്പോഴുള്ള മിഹിറിന്റെ ഭാവം എന്തായിരുന്നു? എന്താണ്? കംസോരി അല്ലേ? ബലഹീനത. അല്ലെങ്കിൽ തൈര് കാണുമ്പോൾ ആർക്കാണ് ബലഹീനത തോന്നിയിരുന്നത്? മിഹിറിന്. തൈര് കാണുമ്പോൾ മിഹിറിന് എന്ത് തോന്നിയിരുന്നു? ബലഹീനത തോന്നിയിരുന്നു. കിസ്കോ ജാൻതാത്ത. അത് ആർക്കറിയാമായിരുന്നു? മോർപ്പാൽ ജാൻതാത്ത. മോർപ്പാലിന് അറിയാമായിരുന്നു അല്ലെ? ഇനി മിഹിറിന് എന്താ അറിയാമായിരുന്നേ? മിഹിർ കെ കാനെ കെ ഡിബ്ബെ മേ രാജ്മ ദേഖ്നെ കെ പഹലെ. മിഹിറിന്റെ ഭക്ഷണപാത്രത്തിൽ രാജ്മ കാണുന്നതിന് മുൻപ് മോർപ്പാൽ രാജ്മ ദേഖ്തേ ഹി നഹി ഥാ. മോർപ്പാൽ രാജ്മ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന് ആർക്കറിയാം? മിഹിറിനും അറിയാം. അപ്പൊ അവിടെ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഏതാണ്? ആരെന്താണ് കൊണ്ടുവന്നിരുന്നത് എന്ന് മറന്നു പോകരുത്. മിഹിർ കൊണ്ടുവന്നിരുന്നത് എന്താണ്? രാജ്മ, ചാവലാണ്. അല്ലെങ്കിൽ ചാവലിന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, രാജ്മ ഓർത്തിരിക്കാം. മോർപ്പാൽ കൊണ്ടുവന്നിരുന്നത് ചാച്ചാണ് അല്ലേ? അപ്പൊ ആ 2 പോയിന്റ് അവിടെ കഴിഞ്ഞു. മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. ഇനി നാലാമതൊരു പോയിന്റ്, സ്കൂളിൽ നിന്ന് മോർപ്പാലിന്റെ വീട്ടിലേക്ക് എത്ര ദൂരം ഉണ്ടായിരുന്നു, അവൻ എങ്ങനെയായിരുന്നു സ്കൂളിലേക്ക് വന്നിരുന്നത്. അപ്പൊ സ്കൂൾ സേ മോർപ്പാൽക്കാർ കിത്തനെ ദൂരി പർത്ത എന്ന് ചോദിച്ചാൽ 15 കിലോമീറ്റർ 15 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു. അവൻ എങ്ങനെയാ വന്നിരുന്നതെന്ന് ചോദിച്ചാൽ ഓരോ സൈക്കിൾ ചല്ലാത്ത സൈക്കിൾ ചവിട്ടിയാണ് വന്നിരുന്നത് അല്ലേ? ഇനി മോർപ്പാലിന്റെ സ്വഭാവം എഴുതാൻ പറഞ്ഞാല്, ചരിത്രം എഴുതാൻ പറഞ്ഞാല് ഒരു പോയിന്റ് കൂടി നമുക്ക് അവിടെ എഴുതി ചേർക്കാം. എന്താണ്? അവൻ വീട്ടിൽ നിന്ന് തൈര് കൊണ്ടുവന്നിരുന്ന സമയത്ത്, സൈക്കിൾ ചവിട്ടി തൈര് കൊണ്ടുവന്നിരുന്ന സമയത്ത് ഒരു തുള്ളി പോലും തുളുമ്പിച്ചിരുന്നില്ല എന്ന് എഴുതിയാല് അവിടെ അവന്റെ സ്വഭാവത്തിന്റെ ഏത് പ്രത്യേകതയാണ് വ്യക്തമാകുന്നത്? അവന് തന്റെ കൂട്ടുകാരൻ മിഹിറിനോടുള്ള സ്നേഹമാണ് വ്യക്തമാകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുള്ള 4 പോയിന്റേ ഉള്ളൂ. ഒന്ന്, മിഹിർ മോർപ്പാലും സ്കൂളിലെ മിത്രങ്ങളായിരുന്നു അല്ലെ? മോർപ്പാൽ മിഹിർ കെ സ്കൂൾ കെ സാത്തി ഥാ. രണ്ടാമത്തെ പോയിന്റ്, एक दिन अंग्रेजी के मास्टर मोरपाल से लुक का मतलब और सही हिज्जे पूछा, उसने उत्तर बताया
लुक का मतलब लुक के देखना और लुक के हिज्जे LOOK। मिहिर घर से राजमा चावल लाता था और मोरपाल घर से चाच लाता था। मोरपाल के घर को स्कूल से 15 किलोमीटर दूर था। वह रोज സൈക്കിൾ ചലാത്ത സ്കൂൾ ആത്താത്ത. ഇത്രയുള്ള പാരഗ്രാഫിൽ പഠിക്കുന്ന 5 കാര്യം. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇപ്പോൾ ഈ പാരഗ്രാഫ് ഇവിടെ നിർത്താം. ബാക്കി അടുത്ത എപ്പിസോഡിൽ തുടങ്ങാം. ഓക്കെ, എന്താ ചെയ്യേണ്ടത് ഇനി? നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ നിങ്ങളത് കയ്യിൽ വെക്കാതെ എന്ത് ചെയ്യണം? മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണം. ഓക്കെ, താങ്ക്